നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരളത്തിൽ പ്ലാൻ ബി കണ്ടു തുടങ്ങി. കേന്ദ്ര സർക്കാരിനെ അങ്ങ് തുടർച്ചയായി വെല്ലുവിളിക്കുക. പണം തന്നില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന ഭാവത്തിലാണ് ഇന്നലെ ധനകാര്യമന്ത്രി ബാലഗോപാൽ നിയമസഭയിൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഒടുവിൽ ഒരു വിരട്ടുമങ്ങ് നടത്തി. പ്ലാൻ ബി. ബാലഗോപാലിൻ്റെയും പിണറായിയുടെയും ഒക്കെ പ്ലാൻ ബി എന്ത് എന്ന ചോദ്യമാണ് ഇന്ന് ഏറ്റവും ശക്തമായത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ പരിഹസിച്ചു, എല്ലാത്തിനും തീയിട്ട് അവർ ഓടി രക്ഷപ്പെടുമെന്നായിരിക്കും. എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല. കേരളത്തിൽ മയക്കുമരുന്നിപ്പോൾ സർവത്ര സുലഭമാണ്. മയക്കുമരുന്ന് കച്ചവടം പല സ്ഥലങ്ങളിലും പൊടിപൊടിക്കുന്നത് പാർട്ടി നേതാക്കളുടെ ഒത്താശയോടെ. ഇത് നമ്മൾ ആലപ്പുഴയിൽ നിരവധി തവണ കണ്ടതാണ്. എന്നാൽ ഇന്ന് കോട്ടയത്ത് നടുറോഡിൽ ഒരു യുവാവും യുവതിയും പുളയുന്നത് കണ്ടപ്പോൾ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാവുന്നു. കേരളത്തിലെ യുവതിയുടെ പോക്കെങ്ങോട്ട്? MC റോഡിൽ അമിത വേഗതയിൽ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച ഒരു യുവതിയും യുവാവും. കായംകുളം വൃന്ദാവൻ വീട്ടിൽ അരുൺകുമാർ എന്ന 29കാരനും ഒപ്പമുണ്ടായിരുന്ന യുവതിയെയും ഒടുവിൽ സാഹസികമായി പോലീസ് പിടികൂടി. മറിയപ്പള്ളി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് കാറിൻ്റെ യാത്ര. കാൽനട യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് ഈ വാഹനം കുതിച്ചു പാഞ്ഞതോടെ ഏതെങ്കിലും വിധത്തിൽ ആ വാഹനത്തെ തടഞ്ഞു നിർത്താനായി പിന്നീട് നാട്ടുകാരുടെ ശ്രമം. പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. പിന്നീട് ചിങ്ങവനത്ത് വെച്ച് പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് കാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. കാർ വരുന്ന വഴിയിൽ ചെറുപുഷ്പം എന്ന ക്രെയിൻ വിലങ്ങനെ വെച്ചാണ് ഒടുവിൽ കാറിനെ ഒരുവിധമൊന്ന് തടഞ്ഞിട്ടത്. കാർ ലക്ഷ്യമാക്കി പോലീസ് കൺട്രോൾ റൂം വാഹനം പിന്നാലെ പായുന്നുണ്ടായിരുന്നു. പാഞ്ഞെത്തിയ പോലീസ് സംഘം സാഹസികമായാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. യുവതി പോലീസിന് നേരെ ആക്രോശിക്കുന്നു. ഹിന്ദിയിലാണ് യുവതിയുടെ ആക്രോശം. എന്നാൽ മലയാളത്തിൽ പറയടി എന്ന് പറഞ്ഞ് നാട്ടുകാർ തിരിച്ചൊന്ന് വിരട്ടിയപ്പോൾ അവൾ ഇത്തിരി പരിഭ്രമിച്ചു. യുവാവും യുവതിയുമൊക്കെ കഞ്ചാവ് ലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. കാറിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. 29ഉം 27ഉം വയസ്സുള്ള ഒരു യുവാവും യുവതിയും, അതും നമ്മുടെ കായംകുളത്തുകാരൻ. ഇവനൊക്കെ എന്തു ഭാവിച്ചാണ് ഇങ്ങനെ മയക്കുമരുന്നിനടിമകളായി കാറുമെടുത്ത് നടുറോഡിലേക്ക് ഇറങ്ങുന്നത്? എത്രയോ അപകടങ്ങൾക്ക് പിന്നിൽ ഈ മയക്കുമരുന്നാണ്. കേരളം ഭരിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നതിൻ്റെ കൃത്യമായ ദിശാസൂചികയാണിതൊക്കെ. മദ്യത്തിന് താങ്ങാവുന്നതിലധികവും ടാക്സും സെസ്സുമൊക്കെ ഏർപ്പെടുത്തി ജനത്തെ കൊള്ളയടിക്കാം എന്ന വ്യാമോഹം ഒരു വശത്ത്. എന്നാൽ മദ്യത്തിന് ക്രമാതീതമായി വില ഉയരുമ്പോൾ യുവജനങ്ങൾ കൂടുതലായി കഞ്ചാവിനെയും മയക്കുമരുന്നിനെയും ഒക്കെ ആശ്രയിക്കും എന്നത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ബാലഗോപാലിൻ്റെ ബുദ്ധിക്കപ്പുറമല്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ സുലഭമാകട്ടെ എന്നാണോ ഭരണകൂടം കരുതുന്നത്? അതാണോ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ബി? ഇത്തരം യുവാക്കളെയും യുവതികളെയും ഒക്കെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവൻ കവർന്നെടുക്കണോ? കോട്ടയത്ത് ഇന്ന് നമ്മൾ കണ്ട ഈ ആഭാസം അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കൊച്ചിയിലും ആലുവയിലുമൊക്കെ നിരവധി ആളുകളാണ് മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലകപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിൽ എക്സൈസിനുമുണ്ട് ഒരു നല്ല പങ്ക്. എന്നാൽ മിക്ക കേസുകളിലും പ്രതികൾ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പാർട്ടി ബന്ധം തന്നെയാണ് എല്ലാത്തിനും പിന്നിലുള്ള കാരണം. കോട്ടയം ചിങ്ങവനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ ദിശാസൂചിക. ഇതൊക്കെ കണ്ട് വേണ്ട ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ കേരളത്തിൻ്റെ ഗതി അതേറ്റവും ഭയാനകമാകും. ചില ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സമാനമാകും കേരളത്തിൻ്റെ സ്ഥിതി എന്നതിൽ വ്യത്യാസമില്ല. കേരളത്തിലെ ആത്മാഭിമാനമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരുമൊക്കെ മനം മടുത്താണ് ഇപ്പോൾ സേനയിൽ സേവനം തുടരുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ യുവാവിനെയും യുവതിയെയും ഒക്കെ കസ്റ്റഡിയിലെടുക്കുക മാത്രമല്ല, ഏറ്റവും ശക്തമായ ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കുന്നതിൽ സേന വിജയിക്കുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത്തരം ആഭാസങ്ങൾ അവസാനിക്കൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.